നമ്മുടെ വീട്ടിൽ ഒരു ദുഃഖവാർത്ത. നമ്മുടെ കാമറി നമ്മളെ വിട്ടു പിരിഞ്ഞു. നമ്മുടെ വീട്ടിൽ ഒരു ദുഃഖവാർത്ത. നമ്മുടെ കാമറി നമ്മളെ വിട്ടു പിരിഞ്ഞു. 13 കൊല്ലത്തെ സുദർഹ്യ 12 കൊല്ലത്തെ സുദർഹ്യ സേവനത്തിന് ശേഷം കാമറി പോയി. നമ്മുടെ വീട്ടിലത്തെ ഒരു അംഗം പോലെയായിരുന്നു കാമറി. ഒല്ലൂര് ഇറച്ചി മാർക്കറ്റിൻ്റെ അവിടെ ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടി കളിക്കുന്ന ഒരു നായക്കുട്ടീനെ കണ്ടപ്പോൾ ഞാനൊരു ദിവസം ആവശ്യത്തിൽ പോയിപ്പോൾ അതിനെ വെറും ഒരു 50 പൈസയുടെ ഉറയിൽ ഞാൻ കാമറീനെ എടുത്തു കൊണ്ടുവന്നായിരുന്നു. ആ കാമറി പോയി. കുറച്ച് നാളായി അവൾക്ക് വയ്യാണ്ട്. വണ്ണം വെച്ച് വന്നു. പ്രായമായിട്ട 10-12 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നായ്ക്കളെയൊക്കെ ഒരു വലിയ കാലയളവാണ് ജീവിതത്തിൽ. ഒരു 8-9 വയസ്സാകുമ്പോഴേക്കും ഒരുവിധം രോമൊക്കെ കൊഴിഞ്ഞ് പരിഭവം. നാടൻ നായല്ലേ അവള്. അപ്പോൾ കാമറീനെ ഇവിടെ പണിസ്ഥലത്തിൻ്റെ മുന്നിൽ ചത്ത് കിടക്കാന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ലേ. ഞാനിതിപ്പോൾ ഞങ്ങളിതിപ്പോൾ വീട്ടിൽ വെച്ച് വന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ കിടക്കണത്? എവിടെ പാപ്പാ? എന്നെ പിറുക്കി കൊല്ലോ. എന്താന്നൊന്നും ചെയ്യില്ല. എന്റെ മേലല്ലേ നീ ഇരിക്കണേ. അതേ കണ്ട പണിസ്ഥലത്തിൻ്റെ കുളിമുറിയിൽ എവിടെയാണ് കാമറി. അത് ഇന്നലെ വരെ നമ്മുടെ കാർ പോർച്ചില്ല വന്ന് കിടന്നോടന്നേ. കണ്ട കാമറിയെ നീ പോയില്ലേ? അതെ, മാളു പറഞ്ഞ അതിന്റെ കഴുത്തിന്റെ ഈ ഭാഗല്ലേ, ഈ ഭാഗം ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് തൂങ്ങിയെടുക്കണ്ടായിരുന്നേ. അപ്പൊ മാളു പറഞ്ഞ അതിന് ട്യൂമർ ഉണ്ട് ഉണ്ടാവും ചിലപ്പോ. അവൾക്കറിയാലോ, അവള് വെറ്റിനറി ഡോക്ടറല്ലേ. ചാക്ക് മുന്ത് വണ്ടി എടുത്ത് അങ്ങനെ കാമറിനെ കുഴിച്ചിടാൻ പോവാണ്. അയ്യോ, എന്റെ മരണ വെപ്രാളം കണ്ട ചേട്ടാ. അവിടെ മണ്ണ് ഇതാക്കിയേക്കണ കണ്ട കിടന്ന് പെടഞ്ഞെന്റെ ജീവൻ പോണ സമയത്തേ കിടന്ന് പെടഞ്ഞതിന്റെ അടയാളം കണ്ട. ചാക്ക് വലിയത്. നമ്മുടെ വീട്ടിലപ്പോൾ 4 നായ്ക്കള് ആ തലമുറയിലുണ്ടായിരുന്നു. ലോറ, അംബ്രോസ്, ടൈസൺ എവിടെ ഉണ്ട് കേട്ടാ. പിന്നെ അംബ്രോസ് കാമറി അത് ലോറ നാളെ പോയി. ഇപ്പൊ കാമറിയാണ് അടുത്ത് സീനിയർ കേട്ടാ. ഈ അംബ്രോസിനെയും ടൈസനെയും ലോറനെയും കൊണ്ടുവന്ന ടൈമില് കാമറി ആയിരുന്നു അവരെ നോക്കി ഓടുന്നത്. സീനിയറാണ് ഇത്, കുറച്ച് വലിപ്പം കൂടുതൽ. അപ്പൊ എൻ്റെ കയ്യിലേ നോക്കിയാ കയ്യുറ വെച്ചിട്ട് കിട്ടിയില്ലേ. ഇപ്പൊ കയ്യുറ ഞായറാഴ്ചനെ മെഡിക്കൽ ഷോപ്പുകളൊന്നും ഉണ്ടാവില്ല. കയ്യോറ കിട്ടാത്ത എന്തോ ഒരു കയ്യോറയുള്ളൂ. അപ്പോൾ ഞാൻ കയ്യോറ ഇല്ലാണ്ടാണ് അവറ്റങ്ങളെ കുഴിച്ചിടാൻ പോകണേട്ടാ. നമുക്ക് ഈ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. എങ്ങനെ കെടുത്തി. ഇത് നമ്മുടെ പഴയ തൊഴുത്താണ്, തറവാടിൻ്റെ തൊഴുത്തായിരുന്നു ഇത് പണ്ടത്തെ. അതെ, തൊഴുത്തിലേക്ക് പശുക്കളെ കയറുന്ന സ്ഥലമാണിത്. ഇതായിരുന്നു ഞങ്ങളുടെ പണ്ടത്തെ ബാത്റൂം. ഇതിലേക്ക് എടുത്ത് ചെയ്യുന്ന സ്ഥലത്തെ വാ ഒന്ന് വേണ്ട, ഞാൻ എടുക്കാം. ഞാൻ എടുക്കാം. ഒരു മിനിറ്റ്. ഒരു ഗ്ലൗസ് ആണ്. ശരിക്കും നമുക്ക് വിഷമം വരും കേട്ടാ. കൊറേ കാലം നമ്മളെ നോക്കിയിട്ടുള്ളതല്ലേ ഇവള്. ഞാൻ എല്ലാവരെക്കാളും ഇതൊന്നും കാര്യമില്ല. വേണ്ട ഉറയില്ല. അയ്യോ, ഇതാരുടെയോ ബനിയനാ. ആരെ ബനിയനും കുഴപ്പമൊന്നുമില്ല. അത് ആവശ്യമുള്ളതാവും. ചിലപ്പോൾ കഴുകിട്ടിട്ട് വീണതാവും. വേണ്ട, കുഴപ്പമില്ല ചേട്ടാ. പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് എപ്പോഴാണ് ചത്ത. പിന്നെ ഇവിടത്തെ ഈ ഭാഗത്തൊരു കുരു പോലെ വന്നിട്ട് അത് പഴുത്തിട്ട് ഷുമാക്കറാണ് അതിനെ സ്ഥിരം ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മാറ്റിയത്, ചികിത്സിച്ച് ഇവിടുത്തെ മൃഗാശുപത്രിയിലേക്ക്. എടുത്ത് വയ്ക്കാം അല്ലേ? ഒരു മിനിറ്റ്. എനിക്ക് വേണ്ട. അങ്ങനെ കാമറീനെ കുഴിച്ചിടാൻ കൊണ്ടുപോകാം കേട്ടാ. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളിങ്ങനെ കെടുന്നൊന്നുമില്ലല്ലോ. മനുഷ്യന്മാരെ പോലെ തന്നെ ചിലതൊക്കെ
കൈയും കാലൊക്കെ ഒടിഞ്ഞ് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ഓരോ കേടൊക്കെ വന്ന് പഴുത്ത് പൊട്ടി ഒലിച്ച് നടന്ന് അങ്ങനെയൊക്കെ ചോറിയൊക്കെ പിടിച്ചിട്ടില്ലേ? അങ്ങനെയൊന്നും വന്നില്ലല്ലോ, അതൊരു ഭാഗ്യം. അല്ല അത് അവൾക്ക് ഈ ചെവി എല്ല് കയറിയിട്ട് ഇതുണ്ടായിരുന്നല്ലോ. ഈ ഭാഗത്തായിട്ടൊരു അതെന്തിട്ടായിരുന്നാവോ അല്ലെ ഒരു പഴുപ്പ്. അങ്ങനെ ഇനി വെടിയാക്കാൻ കാമറയില്ല. കാമറി പോയി. ഒരു കുഞ്ഞൊരു ശബ്ദം കേട്ടണെങ്കിലും കാമറി അപ്പോൾ ഉണരും. കുറച്ച് ചെല്ലാനായിട്ട് കാമറി ഉള്ളത്. ആ അത്രയ്ക്കും ശ്രദ്ധയുടെ കാമറിക്ക് ഒരു തലമുറയും കൂടി ഇല്ലാണ്ടായി. നമ്മള് ഈ തെങ്ങിൻ്റെ ഇടയ്ക്കിലാണ് കുഴി കുത്താൻ പോകണം കേട്ടോ. ഇവിടെയാണ് കുഴി കുത്താൻ വെച്ചു. അല്ല ചേട്ടാ പണിക്ക് പോയേക്കാ. അല്ല ചേട്ടൻ അല്ലേട്ടൻ പണിക്ക് പോയേക്കാ. അല്ല ചേട്ടാ അറിഞ്ഞിട്ടില്ല, ചേച്ചി വിളിച്ചു. അല്ല ചേട്ടാ പതുക്കെ വെച്ചിട്ടേ ചാക്ക് പതുക്കെ വലിച്ചെടുക്കാം ഞാൻ. അങ്ങോട്ട് നടക്ക് നടക്ക് ചാക്ക് കുറച്ച് കുമ്മായി തറി കൊടുക്കാം. കുമ്മായം നല്ലതല്ല, പറ്റിയോട് മാന്താനല്ല, എല്ലാ അണുക്കളും ഇതൊക്കെ ഉണ്ടെങ്കിലേ കാമറി മണ്ണിൻ്റെ അടിയിലേക്ക് പോയി. താഴ്ച കുറവായിട്ട് ചേട്ടാ, മറ്റൊരൊന്ന് മാന്താവോ? ഏയ് ഞാൻ എപ്പോഴും ഓടിക്കുള്ളതല്ലേ. ഇവിടെ കാലിൻ്റെ ഇവിടെ തന്നെയാണ്, മുകളിൽ തന്നെയാണ് കാലേൻ്റെ. അധികം താഴ്ചയിലല്ല എന്ന് പറയാം. ഇനി മണ്ണ് വരും, ഇനി കളച്ച് മണ്ണിട്ടിട്ടുമ്പോഴേ അങ്ങനെ ഉയരം വരും. അങ്ങനെ കാമറ ചവടപ്പ് കഴിഞ്ഞു.